പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ആൻഡ് ബിസിനസ് അറബിക്കിലെ ഓരോ യൂണിറ്റിലെയും പ്രധാനപ്പെട്ട ഷോർട്ട് നോട്ട്സ് ഡിസ്കഷനാണ്. അപ്പോൾ നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. ആദ്യമായി പറയുന്നത് ഖവായിദു കിതാബത്ത് റസായിൽ, ലെറ്റർ എഴുതുന്നതിൻ്റെ നിയമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നിയമം പറയുന്നത് അന്തക്കുന റിസാലത്തു ബി ലുഗത്തിൻ സഹിലത്തിൻ മഫ്ഹൂമത്തിൻ, കത്ത് ലളിതവും മനസ്സിലാക്കാവുന്നതുമായ ഭാഷയിൽ എഴുതണം. രണ്ടാമത്തത് വന്തക്കുന റിസാലത്തു ഖസീറത്തൻ വ മൂജിസത്തൻ ബിദൂന സുഖ്റഫത്തിൻ, കത്ത് ചെറുതും സംക്ഷിപ്തവുമായിരിക്കണം, അലങ്കാരങ്ങളൊന്നുമില്ലാതെ. അടുത്ത മൂന്നാമത്തത് വന്തക്കൂന റിസാലത്തു ബി ഖത്തിൻ വാദഹൻ ബി തർത്തീബിൻ ഹസനിൻ, കത്ത് വ്യക്തമായ കൈയക്ഷരത്തിലും നല്ല ഫോർമാറ്റിങ്ങിലും എഴുതണം. അടുത്തത് പറയുന്നത് അൻവാഉ റിസാലത്താണ്, കത്തുകളുടെ തരങ്ങൾ. അപ്പം കത്തുകളുടെ തരങ്ങൾ രണ്ടായി തിരിക്കാം: അൽ റിസാലത്ത് റസ്മിയ, അൽ റിസാലത്ത് ഗൈറു റസ്മിയ, അപ്പോൾ റസായിലു ഷഖ്സിയ, അതായത് ഒഫീഷ്യൽ ലെറ്റേഴ്സും അൺഒഫീഷ്യൽ ലെറ്റേഴ്സും. അൺഒഫീഷ്യൽ ലെറ്റേഴ്സിന് പറയുന്ന മറ്റൊരു പേരാണ് റസായിലു ഷഖ്സിയ, പേഴ്സണൽ ലെറ്റർ. ഒഫീഷ്യൽ ലെറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ഹേ റിസാലത്തുല്ലത്തി യുർസിലുഹ അൽ കാത്തിബു ഇല്ലാമൻ ലഹു അലാഖത്തുൻ റസ്മിയത്തുൻ ബിഹി, ഔപചാരിക കത്തെന്ന് പറഞ്ഞാൽ എഴുത്തുകാരന് ഔപചാരിക ബന്ധമുള്ള ഒരാൾക്ക് അയക്കുന്ന കത്തുകളാണ്. ഈ കത്തുകൾ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തത് റസായിലുൽ വറഖിയ, റസായിലുൽ ഇലക്ട്രോണിയ, പേപ്പർ കത്തുകളും ഇലക്ട്രോണിക് കത്തുകളും. അടുത്തതായത് അൺഒഫീഷ്യൽ കത്തുകളാണ്. ഹേ റിസാലത്തുല്ലത്തി യുർസിലുഹൽ കാത്തിബു ലിൽ അസ്ദിഖാഇ വൽ അഖ്രിബാഇ വമൻ യർതബിതു ബിഹിം അലാഖത്തുൻ ഗൈറു റസ്മിയ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, എഴുത്തുകാരന് അനൗപചാരിക ബന്ധമുള്ളവർ എന്നിവർക്ക് അയക്കുന്നു. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് പറയാനുള്ള പോയിൻറ്റ്സുകൾ. പിന്നെ പറയാനുള്ളത് പ്രത്യേക സ്ഥാനക്കാരുടെ പ്രത്യേക പദവികളെക്കുറിച്ചാണ്. അത് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഇതൊക്കെയെന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള പദങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കുക. നമുക്കിനി അടുത്ത യൂണിറ്റിലേക്ക് കടക്കാം. അടുത്ത രണ്ടാമത്തെ യൂണിറ്റിൽ പറയുന്ന റസായിലു ഷഖ്സിയ, വ്യക്തിപരമായ കത്തുകൾ. റിസാലത്ത് ഷഖ്സിയത്ത് റിസാലത്തുൻ തുസ്തഅമലു ഇത്തിസാലി ബൈനൽ മഅറൂഫീന വൽ മുഖറബീന മിനൻ നാസി കൽ ആബാഇ വൽ ഔലാദി വൽ അസ്ദിഖാ. വ്യക്തിപരമായ കത്തുകൾ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ, കുട്ടികൾ, സുഹൃത്തുക്കൾ തുടങ്ങിയ അടുത്തതും അറിയപ്പെടുന്നതുമായ ആളുകൾ തമ്മിലുള്ള ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന കത്തുകളാണ്. ഉദാഹരണം എന്താണ്? ക്ഷണക്കത്തുകൾ, റസായിലു ദഅവ വൽ ളിയാഫ വസ്സദാഖ വത്തഹന്നിഅ. ക്ഷണക്കത്തുകൾ, ആതിഥ്യമര്യാദ കത്തുകൾ, സൗഹൃദ കത്തുകൾ, അഭിനന്ദന കത്തുകൾ. ഇനി നമുക്ക് ഖസായിസ് റിസാലത്ത് ഷഖ്സിയ, വ്യക്തിപരമായ കത്തുകളുടെ പ്രത്യേകതകൾ നോക്കാം. ഒന്ന്, ലൈസ റിസാലത്ത് ഷഖ്സിയത്തു തർത്തീബുൻ ഖാസുൻ അലാ ഖിലാഫി റസായിലി റസ്മിയ, ഔപചാരിക കത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി വ്യക്തിഗത കത്തുകൾക്കൊരു പ്രത്യേക ഫോർമാറ്റ് ഇല്ല. രണ്ടാമത്തത് ഹാദൻ നൗഉ മിന റിസാലത്തി യഖ്തുബു ലി നുഫൂസിൽ മുഖാത്തിബീന മശാഇരിഹിം, അവ സ്വീകർത്താക്കളുടെ വികാരങ്ങളെയും എന്ത് ചെയ്യുന്നു? അഭിസംബോധന ചെയ്യുന്നു. മൂന്നാമത്തെ തുക്തബു ഹാദിഹി റിസാലത്ത് ബികുല്ലി ബസാത്തത്തിൻ വ തഫ്സീലിൻ ദൂന കിൽഫത്തിൻ വ മശഖ്ഖ, അനാവശ്യ പരിശ്രമമോ ബുദ്ധിമുട്ടോ ഇല്ലാതെ അവ ലളിതമായും സംക്ഷിപ്തമായും എഴുതിയിരിക്കുന്നു. നാലാമത്തത് തക്കൂനു ഹാദിഹി റസായിലു ദായിമൻ ദാത്ത അഹമ്മിയത്തിൻ ഷഖ്സിയ, ഇത് എല്ലായ്പ്പോഴും വ്യക്തിപരമായ പ്രാധാന്യമുള്ളതാണ്.
അടുത്ത മൂന്നാമത്തെ യൂണിറ്റിൽ പറയുന്നത് മഫ്ഹൂമു റിസാലത്ത് റസ്മിയത്തി വ തിജാരിയത്തിയാണ്. അപ്പോൾ റിസാലത്ത് റസ്മിയത്തി റസായിലത്തി തുർസിലു ഇലാ ജിഹത്തി മുഖ്തസത്തിൻ ലഹ അലാഖത്തുൻ റസ്മിയത്തും ബിൽ കാത്തിബി. ഔപചാരിക കത്തുകൾ എഴുത്തുകാരനും ഔദ്യോഗിക ബന്ധമുള്ള ഒരു നിയുക്ത സ്ഥാപനത്തിലേക്ക് അയക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഭരണപരവും സർക്കാർപരവും ബിസിനസ് കത്തുകളും. വഹിയ റിസാലത്തുൻ തുർസലു മിൻ അജല്ലി ഹദഫിൻ വാദിഹിൻ വ മുഹദ്ദദിൻ. പോട്ടെ. ഹുനാക അൻവാഉൻ അദീദ മിന റസായിൽ റസ്മിയ മിസ്ല റസായിലിൽ ഇദാരിയ വൽ ഹുകൂമിയ വ തിജാരിയ. അപ്പോൾ ചില മോഡലുകൾ, ചില ഇനങ്ങൾ എന്തുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വെക്കുക. റസ്മിയയുടെ റിസാലത്തിൻ്റെ മോഡലുകൾ, പിന്നെ തിജാരിയ റിസാലത്തിൻ്റെ മോഡലുകൾ, ഇതൊക്കെ എന്തെന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് റസായിൽ റസ്മിയുടെ സവിശേഷതകൾ നോക്കാം. ലാ തുസ്തഖ്ദമു ഫിഹ ലഗത്തുൽ ആതിഫിയത്തു കമാ തൂജദു ഫി റസായിൽ ഷഖ്സിയ. അപ്പോൾ വ്യക്തിപരമായ കത്തുകളിൽ ഉള്ളതുപോലെയുള്ള വൈകാരികമായ ഭാഷ ഉപയോഗിക്കരുത്. ഇത് തുസ്തഖ്മു ഫിഹ ലഗത്തുൽ ഫസിഹത്തു ബിദൂന ഉമൂദിൻ. ഇപ്പോൾ വ്യക്തമായ ഭാഷ ഉപയോഗിക്കുക. യുക്ത ഫിഹൽ മൗദൂഅ ബിശക്ലിൻ മുബാശിറിൻ വ മൂജിസിൻ. സംക്ഷിപ്തമായി എഴുതുക, വിഷയം സംക്ഷിപ്തമായി എഴുതുക. തുക്തബു ഫിഹൽ അഷ്യാവു അലാ തർത്തീബിൻ നിളാമിൻ ഖാസിൻ. ഒരു പ്രത്യേക ക്രമത്തിലും ഫോർമാറ്റിലും എഴുതുക. ഇനി നമുക്ക് ഖസായിസു റിസാലത്തു തിജാരിയ നോക്കാം. ലാ തുസ്തഖ്ദമു ഫിഹാ അൽ കലിമാത്തുല്ലത്തി യകൂനു മഅനാഹ ഖരീബൻ ഔ ഗൈറ മഅറൂഫിൻ. അറിയപ്പെടാത്തതോ വൈദേശികമായോ അല്ലാത്തതായ കലിമത്തുകൾ ഉപയോഗിക്കാൻ പാടില്ല. അടുത്തത് തുക്തബു ഫിഹൽ അഫ്കാറു റയ്യസു ഫി ജുമലിൻ ഖസീറത്തിൻ. പ്രധാന ആശയങ്ങൾ ചെറിയ വാക്യങ്ങളിൽ എഴുതുക. അദ്ഖൂലു ഇലൽ മൗദൂഇ ഫൗറൻ ബികുല്ലി വുളൂഹിൻ. വ്യക്തമായി കാര്യത്തിലേക്ക് വരിക, വേഗം വ്യക്തമായ കാര്യത്തിലേക്ക് വരിക. അടുത്തത് അത്തർത്തീബു വ തൻസീഖു ബൈനൽ കലാമി. ക്രമവും ഏകോപനവും നിലനിർത്തുക. ക്രമവും അതേ സംസാരങ്ങൾക്കിടയിൽ എന്താണ് ക്രമവും ഏകോപനവും നിലനിർത്തുക. ഇനി നമുക്ക് അജ്സാ റിസാലത്ത് റസ്മിയ നോക്കാം. റസ്മിയത്തി വ തിജാരിയ. ഔപചാരിക ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് താരീഖുല്ലദി തുർസലു ഫിഹ റിസാലത്തു. ഡേറ്റാണ്, അയക്കുന്ന ഡേറ്റ്, കത്ത് അയക്കുന്ന ഡേറ്റ്. രണ്ടാമത്തെ ജിഹത്തുല്ലദി തുർസലു ഇലൈഹി റിസാലത്തു. വിലാസക്കാരൻ, ആരിലേക്കാണ് അയക്കുന്നത് എന്നുള്ള വിലാസം. മൂന്നാമത്തത് തഹിയ്യത്തുൽ മുർസലി ഇലൈഹി. അപ്പോൾ അഭിവാദ്യം, അയക്കുന്ന ആളിലേക്കുള്ള അഭിവാദ്യം. നാലാമത്തെ മൗദൂഅ അല്ലദി തുക്തബു റിസാലത്തു ലി അജലിഹി. വിഷയം, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ അയക്കുന്നത് അതുള്ള വിഷയം. അഞ്ചാമത്തത് മത്തനുൽ റിസാല, അത് പ്രധാന തലക്കെട്ട്, പ്രധാന ഭാഗമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ആറാമത്തത് ഖാത്തിമത്തുൽ മുഖ്തസിറ, ചുരുങ്ങിയതായ സമാപനം. അടുത്ത ഏഴാമത്തത് ഇസ്മുൽ മുർസലി വ തൗഖിഅ, സ്വീകർത്താവിൻ്റെ പേരും ഒപ്പും. എട്ടാമത്തത് ബയാനാത്തുൻ മുർസില, അയച്ചയാളുടെ വിവരങ്ങൾ. അങ്ങനെ 8 ജുസുകളാണ് റസ്മിയായ അല്ലെങ്കിൽ തിജാരിയായ കത്തുകൾക്കുള്ളത്. ഇനി നമുക്ക് തിജാരിയായ ബിസിനസ് പരമായ കത്തുകളിലെ ഭാഗങ്ങൾ, മെയിനായിട്ടുള്ള ഭാഗങ്ങൾ നോക്കാം. ഒന്നാമത്തത് അത്തർവീസ ഇസ്മുൽ മുർസലി വ ഇൻവാനിഹി. മെയിനായിട്ട് ലെറ്റർ ഹെഡാണ്, തലേക്കെട്ട്, ലെറ്റർ ഹെഡ്. രണ്ടാമത്തത് താരീഖ്, തീയതി. മൂന്നാമത്തത് ഇസ്മുൽ മുർസലി ഇലൈഹി വ ഇൻവാനിഹി, സ്വീകർത്താവിൻ്റെ പേരും വിലാസവും. നാലാമത്തത് അത്തഹിയ്യത്തുൽ ഇഫ്തിതാഹിയ,
നാലാമത്തത് തഹിയ്യത്തുൽ ഇഫ്തിതാഹിയ പ്രാരംഭ അഭിവാദ്യം. അഞ്ചാമത്തത് മുഹ്തമിൽ റിസാല കത്തിൻ്റെ ഉള്ളടക്കം. അടുത്ത തഹിയ്യത്തുൽ ഖിതാമിയ സമാപന അഭിവാദ്യം. പിന്നെ ഏഴാമത്തത് തൗഖിയ ഒപ്പ്. അങ്ങനെ 7 എണ്ണമാണ് അജ്സാഉ റിസാലത്ത് തിജാരിയ ബിസിനസ് പരമായ കത്തുകളുടെ ഭാഗങ്ങൾ. ഇനി തിജാരിയയുടെ സാനവിയ ജുസുകൾ നോക്കാം. ഒന്നാമത്തതാണ് റഖമു അവിൽ ഇഷാറ, അതായത് നമ്പർ അല്ലെങ്കിൽ റഫറൻസ്. രണ്ടാമത്തത് ഉൻവാനുൽ മൗദൂഇ റിസാല, കത്തിൻ്റെ വിഷയങ്ങളുടെ തലക്കെട്ട് അല്ലെങ്കിൽ വിഷയങ്ങളുടെ അഡ്രസ്സ്. അടുത്തത് മൂന്നാമത്തതാണ് റുമൂസ് ചിഹ്നങ്ങൾ. നാലാമത്തത് അൽ മിർഫഖാത്ത് അറ്റാച്ച്മെൻറ്റുകൾ. ഇനി അതിൽ നമുക്ക് നോക്കാനുള്ളത് റസ്മിയെ തിജാരിയുടേതായ രൂപങ്ങളാണ്, മോഡലുകൾ. അത് നോക്കി മനസ്സിലാക്കി വെക്കുക. പിന്നെ ബാക്കിയുള്ള ഷോർട്ട് നോട്ട്സുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.